ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഞ്ചിപ്പുളി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇഞ്ചിപ്പുളി എന്നൊക്കെ ചോദിച്ചാൽ, ഓണമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ സദ്യയിൽ ഒരു മെയിൻ സംഭവമാണല്ലോ ഇഞ്ചിപ്പുളി. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അച്ചാറിസ്റ്റ പറഞ്ഞിട്ടൊരു ഇൻസ്റ്റ പേജൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ കുറച്ചായി തുടങ്ങിയിട്ട്, പക്ഷേ ഞാനിതുവരെയായിട്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല. അവർക്ക് വെജ് ആൻഡ് നോൺ വെജ് അച്ചാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോത്തിന് ഓണത്തിന് കോംബോ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കോംബോ ഒന്നും ആവശ്യം തോന്നിയില്ല. അപ്പോൾ ഞാനൊരു ഇഞ്ചിപ്പുളി മാത്രം എടുക്കാമെന്ന്, കാരണം ഇത്ര കാലമായിട്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല അതിന്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഇഞ്ചിപ്പുളി എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവർ DTDC കൊറിയർ വഴിയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇത് കാൽ കിലോ ആണ്. അപ്പോൾ 80 രൂപയാണ് ഇഞ്ചിപ്പുളിക്ക് വരുന്നത്. പക്ഷേ ഡെലിവറി ചാർജ് 70. ഏകദേശം സാധനത്തിൻ്റെ വിലയോളം അടുത്ത് വരുന്നുണ്ട് ഡെലിവറി ചാർജ്. എനിക്ക് അതുമാത്രം ഒരു ചെറിയൊരു നെഗറ്റീവായി തോന്നി. ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറവ് കൊണ്ടായിരിക്കും, കൂടുതലാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പിക്ചറിലൊക്കെ കണ്ടപ്പോൾ മറ്റേ ചില്ല് കുപ്പിയാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അതല്ല, ഇത് അമർന്നു പോകുന്നുണ്ട്, പ്ലാസ്റ്റിക് ആണെന്ന് തോന്നണം. കാരണം ചില്ല് കുപ്പി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റേറ്റ് കൂടും തോന്നണം. ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, കാരണം ഫുള്ളും അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായി. ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ അടിപൊളി ചെയ്യുന്നുണ്ട്, കാരണം അച്ചാറായതുകൊണ്ട് ലീക്കാവില്ല. എണ്ണയൊക്കെ ചിലപ്പോൾ വെളി വരുമല്ലോ, അത് മറ്റ് പാർസൽക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ സീൽ ചെയ്യണതുകൊണ്ട്. സപ്പോസ് ലീക്ക് ആയാൽ പോലും വേറെ ഇതിലൊന്നും ആവില്ല. പാക്കിങ് അടിപൊളിയായിരിക്കണം എപ്പോഴും സാധനങ്ങൾക്കൊക്കെ. ഇത് ഞാൻ കുറച്ച് പാടുപെടുന്ന തോന്നണം. നിങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്യട്ടോ. ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റയുടെ ഇത് സംഭവം പേജ് അതിൻ്റെയൊക്കെ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാം വീഡിയോയിൽ. ചിലവർ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. ഇത് തുടങ്ങിയിട്ടിപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. ഒരുവിധമൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ നിന്ന് വരുന്നത് തുടങ്ങുക കട്ട് ചെയ്യുന്നതെന്ന് അറിയാത്തത്. ഏകദേശമൊക്കെ കിട്ടി തോന്നണം, എന്നാലും ലോക്കായി. ഒരാഴ്ച കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഏകദേശം അകംഭാവമൊക്കെ കണ്ടു. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു പാക്കിങ് കൂടി ഉണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. സപ്പോസ് ലീക്കായാലും വെളിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് അടിപൊളിയായിട്ടില്ല. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ എടുക്കണം തോന്നുന്നു, വലിച്ചിട്ടൊന്നും കാര്യമില്ല. മതിയായി. ഒരു അൺബോക്സിങ് ഇത്രയും വലിയൊരു എന്താ പറയുക ടഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അങ്ങനെ സാധനമൊക്കെ കിട്ടി. സോ പുളിയിഞ്ചി, ഇത് ചില സ്ഥലങ്ങളിൽ പുളിയിഞ്ചി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊക്കെ ഇവിടെ ഇഞ്ചിപ്പുളി എന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ കൂടുതൽ ഇഞ്ചിപ്പുളി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റയുടെ. ഇതിൽ വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കിട്ടുമോയെന്നറിയില്ല, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു AI ഇമേജ് ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ പേജിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലാണ് റേറ്റും ഉണ്ട്, പിന്നെ എക്സ്പയറി ഡേറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്.
മോഡൽ ഞാൻ മറ്റേ ഇതിലൊക്കെ കാണുന്ന സമയത്ത്, ഫോട്ടോസിലൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ മറ്റേ കുപ്പിയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് പിക്ചറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഇനി ടേസ്റ്റും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയൊക്കെ കടിക്കണ ടൈപ്പ് ആണോ, ഇല്ലെങ്കിൽ ചിലവർ ഇപ്പോൾ കാറ്ററിങ്ങിനെ കൊടുക്കുമ്പോൾ അവർ എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കിയിട്ടായിരിക്കും, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കാരണം ചെറുതായി അരിയാനൊക്കെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് പേസ്റ്റ് ആക്കിയത്. അപ്പോൾ അങ്ങനത്തെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വലുതായിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളതാണോ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ സീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുന്നത്, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചേ എടുത്തുള്ളൂ. നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ, കടിക്കാനും കിട്ടുന്നുണ്ട് ചെറുതായിട്ട്, എരിവും ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് ഞാൻ മറ്റേ ഇൻസ്റ്റ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിന് അടിപൊളിയാക്കാം. ഓക്കെ, ബൈ.